ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഞാനുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്താണ്. ഈ വീടിൻ്റെ മുറ്റം പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ലോണൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മുറ്റം ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, ഇവിടുത്തെ ലുക്കൊന്ന് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതേ കണ്ടോ, ഞങ്ങൾ ലോണൊക്കെ എടുത്ത് മാറ്റിയിട്ടിരിക്കുകയാണോ, എല്ലാം ക്ലീൻ ആക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാൽ ഒരു ഡിഫറൻറ്റ് വീഡിയോ ആണ്. അതായത് എൻ്റെ ഈ ലോണിൽ കുറച്ച് പാം വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ നിൽക്കുന്ന പാമാണ്. കണ്ടല്ലോ, പോണി ടെയിൽ പാം എന്നറിയപ്പെടുന്ന സാധാരണയാണ്. ഈ പോണി ടെയിൽ പാം ഭയങ്കര ഭംഗിയുള്ളൊരു പ്ലാന്റാണ്, ലോണിൽ വയ്ക്കാൻ ബെസ്റ്റാണ്. ഇതിൻ്റെ ചുവട് കണ്ടോ, എത്ര വലുതായിട്ടിരിക്കണമെന്നുണ്ടോ. ഇവിടെ നേരത്തെ ഗ്രാസ് വെച്ചിരുന്നതിൻ്റെ ബാക്കിയാട്ടോ ഈ കാണുന്നതൊക്കെ. ഇത് കൂടാതെ എനിക്കിവിടെയുള്ള പാം എന്ന് പറഞ്ഞാൽ ഒരു 4 ഫോക്സ് ടെയിൽ പാം ഉണ്ട്. ഇതിൻ്റെ ഒരു 4 വെച്ചിട്ടുണ്ട്. ഇതേ നമ്മുടെ സാഗോ പാം എന്നറിയപ്പെടുന്ന നമ്മുടെ സൈക്കസ് ഒരെണ്ണം നിൽപ്പുണ്ട്. പിന്നെ ഇതേ ഒരു ബോട്ടിൽ പാം അല്ലെങ്കിൽ ഷാമ്പെയിൻ പാം എന്ന് പറയുന്നൊരു പാമ്പും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ പാമ്പുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ലോണൊന്ന് ഭംഗിയാക്കിയതിന് ശേഷം വീണ്ടും ഞാൻ കാണിക്കാം. എന്നാൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പോണി ടെയിൽ പാം കണ്ടല്ലോ. ഇത് നോളീന എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഇതങ്ങ് വളർന്ന് ആകാശം മുട്ടി നിൽക്കുകയാണ്. ശരിക്കും ഇതിങ്ങനെ വളരുന്നത് നമ്മൾ നിലത്ത് വെച്ച് കൊടുക്കുമ്പോഴാണ്. ഇത് നമ്മൾ ചട്ടിയിലൊക്കെ വെച്ച് ഭംഗിയായിട്ട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചുവടൊക്കെ ഇങ്ങനെ വീർത്ത്, ശരിക്കും ഇതിന് എലിഫൻറ്റ് ഫൂട്ട് എന്നൊരു പേരും കൂടെ ഉണ്ട്. ആനയുടെ കാലുപോലെ ഇങ്ങനെ വരുന്നതാണ്, എലിഫൻറ്റ് ഫൂട്ട് എന്ന് പറയും. അപ്പോൾ അത്രയും ഭംഗിയായിട്ടാണ് നിൽക്കും. എന്നാലും നിലത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഇതിൽ കുറച്ച് ബ്രാഞ്ചസ് ഉണ്ടാക്കിയെടുത്താലോ ഒന്ന്. ഒരു പരീക്ഷണമാണ്. അപ്പോൾ പരീക്ഷണം നിങ്ങളെയും കൂടെ കാണിക്കാം. സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് എൻ്റെ വരെ കാണാം, നിങ്ങൾക്കും അത് അനുകരിക്കാം വേണമെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ നോക്കിയേ, ഒരു ഭംഗിയില്ലാതെ ഏറ്റവും മേളിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്ത് വെച്ച് ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ ബ്രാഞ്ചസ് വരുമെന്ന് നോക്കാം. നോർമലി ചിലപ്പോൾ ഇതിൽ ഈ നൊളിനയിൽ ബ്രാഞ്ചസ് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കട്ട് ചെയ്യാതെ തന്നെ. പക്ഷെ നമുക്ക് കട്ട് ചെയ്ത് ബ്രാഞ്ചസ് വരുമെന്ന് നോക്കാം. അപ്പോൾ അതേ പരിപാടി തുടങ്ങാൻ പോവാണ്. എൻ്റെ ഒരു ആക്സോ ബ്ലേഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എത്രമാത്രം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ബ്ലേഡൊക്കെ പുതിയത് വാങ്ങിയിട്ടിട്ടുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏകദേശം ഈ ഒരു ഭാഗം ഇവിടെ വെച്ചാൽ ഇതിൻ്റെ ബെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെൻഡിന് താഴെയൊന്ന് കട്ട് ചെയ്യേണ്ട പരിപാടി കേട്ടോ. ഞാൻ വിചാരിച്ചക്കാലം വേഗത്തിൽ പോണ്ട് കേട്ടോ. ഞാനിതിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ, കുറേ ടൈം എടുക്കും. ഇതിപ്പോൾ കുറച്ചായിട്ടുണ്ടേ. ഇനി അത്യാവശ്യം ബുദ്ധിമുട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറാനേ. അപ്പോൾ നമുക്ക് എൻ്റെ മേളിലൊന്ന് കെട്ടിയിട്ട് വലിച്ച് പൊട്ടിച്ച് നോക്കാം. എന്നിട്ട് മേളിൽ വശം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ കൂടി ഇലക്ട്രിക് ലൈനും പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങോട്ട് വലിക്കണം. ഇലക്ട്രിക് ലൈനിൽ വീട്ടിലേക്കുള്ള കേബിള്. അടിപൊളി, ഈസിയായിട്ട് കാര്യം നടന്നു. ഇതിൻ്റെ മേൽവശം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിന്നാണ്. എൻ്റെ ചുവട് കണ്ട ഇത്രയും വലുതായി കിടക്കുക. എത്ര വർഷം എടുക്കുമെന്നറിയോ? ഇത് ഞങ്ങൾ വെച്ചിരിക്കുന്ന ഒരു 15 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും. അത്രയും പഴക്കമുള്ള അത് 15 അല്ല 20 വർഷമായിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, മഴ സമയമാണ്, മഴവെള്ളം ഇറങ്ങി ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി 1-2 പരിപാടികൾ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ സാഫ് എന്നൊരു ആൻറ്റി ഫംഗൽ കുറച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. സാഫ് നമുക്കറിയാം നല്ലൊരു ആൻറ്റി ഫംഗലാണ്. ഈ സാധനം ഇങ്ങനെ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും കേട്ടോ, സാഫ്. ഇതിൻ്റെ പേസ്റ്റാക്കിയിട്ട് ഇതൊന്ന് പുരട്ടി കൊടുക്കുക അതിൻ്റെ പുറത്ത് കേട്ടോ. ഇൻ കേസ് ഫംഗൽ ഇൻഫെക്ഷൻ വല്ല ഉണ്ടായാലും വെച്ചിട്ടാട്ടോ. നമ്മൾ ഏത് പ്ലാന്റ് കട്ട് ചെയ്യുമ്പോഴും കട്ട് ചെയ്ത ഭാഗത്ത് ഈ സാഫ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചീഞ്ഞു പോകില്ല കേട്ടോ ആ ഭാഗം. യെസ്. ഇനി ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് ഇതിനൊന്ന് പൊതിഞ്ഞ് കെട്ടിക്കൊടുക്കുക, മഴ തന്നെ ആയിരിക്കാനേ. ഇങ്ങനത്തെ കവറാകുമ്പോൾ നമുക്കിതിൽ ഇൻ കേസ് ബ്രാഞ്ച് വരണമെങ്കിൽ കാണാൻ പറ്റും. ഇല്ല നമ്മൾ ടിന്നൊക്കെ കൊണ്ട് കമിഴ്ത്തുകയാണെങ്കിൽ അറിയാൻ പറ്റില്ല ബ്രാഞ്ച് വരുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം കേട്ടോ. ഒന്ന് റബ്ബർ ബാൻഡിട്ട് കെട്ടിക്കൊടുക്കുകയാണേ. അപ്പോൾ എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. ഇതിൻ്റെ അപ്ഡേറ്റ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ പോണി ടെയിൽ പാമ്പിനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇന്നേക്ക് 30 ദിവസമായിട്ടോ, 1 മാസമായി. 1 മാസത്തിന് ശേഷമുള്ള അവസ്ഥ നോക്കാം. ശരിക്കും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷനായി. കാരണം 20 വർഷമായിട്ട് വളർത്തിക്കൊണ്ടുവന്നൊരു സാധനമാണ്. പെട്ടെന്ന് ചീത്തയാവച്ചാലും മോശം കാര്യമല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് ഹാപ്പി ന്യൂസാണ് കാണിക്കാനുള്ളത്. പോര് കാണിക്കാം. ഈ റബ്ബർ ബാൻഡ് അങ്ങോട്ട് മാറ്റിയിട്ട് കാണിച്ചാൽ
ഓ, ഇതേ കണ്ടോ മുള വന്നിരിക്കുന്നത് കണ്ടോ. ഇപ്പം ഇപ്പുറത്ത് ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇത് ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ എത്ര മുളകളെന്ന് എനിക്കെന്നെ അറിയില്ല. 1 2 3 4 5 6 7 8 9 10 11 12 ഒരു 12ഓളം മുളകൾ അല്ലെങ്കിൽ മുളച്ച് വരാനുള്ളൊരു ടെൻഡൻസി ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ. യെസ്, ഇപ്പോൾ ഈ സൈഡിലും ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ വലിയ മുള വരുന്നുണ്ട്. ഇവിടെ കണ്ടോ. യാ, അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ്, കാരണം ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇനി ഈ കവർ ഞാൻ വെക്കുന്നില്ല. അത് പ്രശ്നമൊന്നുമില്ല, ചീഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊരു തുടക്കമാണ്, വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക്. ഇത് നമ്മൾ നമ്മുടെ പോണിടെയിൽ പാമ്പിനെ കട്ട് ചെയ്തിട്ട് 2 മാസമായി കേട്ടോ. 2 മാസം ആകുമ്പോൾ അവസ്ഥ കണ്ടോ. ഇതൊക്കെ എത്ര ബ്രാഞ്ചാന്ന് നോക്കിയേ. അടിപൊളിയായിട്ട് ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. ബ്രാഞ്ചൊക്കെ ചെറുതായിട്ട് വരുന്നുള്ളൂ. ആ സൈഡിലൊക്കെ അപ്പുറത്ത് നോക്കിയാലും ഒരു സൈഡിൽ മാത്രം കുറച്ച് വലിയ ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ മൊത്തം എണ്ണി നോക്കുമ്പോൾ 25 ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. എനിക്ക് തന്നെ അതിശയായിപ്പോയി ഇങ്ങനെ സംഭവിക്കുമെന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും എനിക്കിതൊരു പുതിയ അറിവാണ്, നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്ഡേറ്റ് ഇത് വലുതായിട്ടൊക്കെ കാണിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് കുറേ കാലം എടുക്കും. അപ്പോൾ എന്തായാലും ഇനി ബാക്കി വരുന്ന കാര്യങ്ങൾ ഇനി ഏതെങ്കിലും വീഡിയോസിൽ ഷോർട്സ് ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. തൽക്കാലം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, നമുക്ക് നമ്മുടെ പോണിടെയിൽ ഫാമിനെ വളരെ ഭംഗിയായിട്ട് ബുഷിയാക്കി ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ചെടിയാക്കി നമുക്ക് മാറ്റിയെടുക്കാം. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതാം. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.